ഡൽഹിയിലെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത അത് സോനം വാങ്ചുക്ക് JP നദ്ദയ്ക്കും അതുപോലെ ജിതേന്ദ്ര സിംഗിനും എഴുതിയ ഒരു കത്താണ്. അതിൽ ഐസൻ വളരെ കൃത്യമായി ഇയാൾ പറയുന്നത്, ഈ സമരം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, നിരാഹാര സമരം അവസാനിപ്പിക്കാം, പക്ഷേ ഈ സമരത്തിനിറങ്ങിയ ആ പ്രതിഷേധക്കാർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയണം എന്നാണ്. ആ ഉറപ്പ് തന്നാൽ ഞാനിപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിക്കാം. അതായത് വളരെ കൃത്യമായി മനസ്സിലായി, ഈ രാജ്യത്ത് ഇവർ അഴിച്ചുവിട്ട, രാജ്യതലസ്ഥാനത്ത് അഴിച്ചുവിട്ട ആ ആക്രമണം എത്രത്തോളം ഭീകരമാണ്, അത് ഏത് രീതിയിലാണ് അതിന്റെ നടപടി നേരിടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി മനസ്സിലായി. ഇപ്പോൾ പാറ്റകളെ രക്ഷിക്കാൻ വേണ്ടി സോനം വാങ്ചുക്ക് ഇത്തരത്തിലൊരു നിലപാടെടുക്കുകയല്ലേ ചെയ്തത്. തീർച്ചയായും ആ കത്താണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. നീലിമ ഇത് പറയുമ്പോൾ ഞാൻ ഇതിലേക്ക് ശ്രദ്ധിച്ചത്, ആ കത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആ കത്തിൽ വളരെ പ്രധാനമായും അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് നദ്ദയ്ക്കും JP നദ്ദയ്ക്കും അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗിനും ആണ് ആ കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്തിൽ കൃത്യമായി പറയുന്നത്, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ റിസൾട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ, പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് കോമ്പൻസേഷൻ നൽകാൻ മാതാപിതാക്കൾക്ക്, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യവും വേണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ആ ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രശ്നമുണ്ടാക്കിയവർക്ക് നേരെ നിയമ നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ നിന്ന് പിന്മാറാം. ആ നിരാഹാര സത്യാഗ്രഹം വീണ്ടും ഇത്തരത്തിൽ ഈ വാക്കുകൾ ലംഘിച്ചാൽ ഇനിയും അത് തുടരും എന്നൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ കത്ത് അത്ര ഒരു സ്വീകാര്യമായ കത്തായി എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇത് സർക്കാരിന് ഇത് സ്വീകരിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് അയച്ച കത്ത് ഈ JP നദ്ദയ്ക്കും ജിതേന്ദ്ര സിംഗിനും ഇത് സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു സർക്കാർ സംവിധാനത്തിനെ ഒരു തെറ്റ് ചെയ്തവരെ രക്ഷിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു മറ്റു തലത്തിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടി, അത്രയും വലിയ കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത് വരും. എനിക്ക് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം കൂടി പറയാനുള്ളത്, കേരളത്തിൽ നിന്ന് ചില സെലിബ്രിറ്റികൾ അവിടെ പോയി കിടപ്പുണ്ട്. ഇന്നും ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ മൈക്കിന് മുമ്പിൽ വന്നിട്ട് പറയാണ്, വിദ്യാർത്ഥികൾ സമാധാനപരമായാണ് പ്രതിഷേധിച്ചത്. ഈ കാണുന്ന ഇത്രയധികം ദൃശ്യങ്ങൾ വീഡിയോകൾ പുറത്തു വന്നിട്ട് ഈ പറയുന്ന പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മുടിക്ക് പിടിച്ച് ഈ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള സകല തോന്നിവാസം അവിടെ ചെയ്തു കൂട്ടിയിട്ട് പറയാണ് സമാധാനപരമായ സമരമായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായി ഇതിൽ പങ്കെടുക്കാൻ ഫണ്ട് കിട്ടിയിട്ടുണ്ട്, പണം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു ഉറപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക്